ഇന്നലെ ഒ പിയിൽ ഒരു പേഷ്യൻറ്റിനെ 2 പേര് പിടിച്ച് താങ്ങിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തലകറങ്ങി ഛർദ്ദിച്ചു. ഇതായിരുന്നു സിംറ്റം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തലകറക്കം അഥവാ വെർട്ടൈഗോനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതി ചീഫ് കൺസൾട്ടൻറ്റ്, വാണിയമ്പലം. ഈ തലകറക്കം പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ അവരുടെ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് അവർക്ക് ബിനൈൻ പൊസിഷണൽ വെർട്ടൈഗോ എന്നൊരു അസുഖമായിരുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് തലകറക്കം ഉണ്ടാവുന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മൾ വിചാരിക്കും തലയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് തലകറക്കം ഉണ്ടാവുന്നത്, കാരണം തലയാണല്ലോ കറങ്ങുന്നത്. എന്നാൽ കൂടുതലായിട്ടും തലകറക്കം ഉണ്ടാവുന്നത് ചെവിയുടെ ഉള്ളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. ചെവിയാണ് പ്രധാനമായിട്ടും നമ്മളുടെ ബാലൻസ് നിയന്ത്രിക്കുന്നത്. ചെവിൻ്റെ ഉള്ളിലുള്ള ചെറിയ കനാൽസായ യൂട്രിക്കിൾ, സാക്യുൾ, വെസ്റ്റിബുലാർ കനാൽ ഇവയിലുള്ള ഫ്ലൂയിഡും മറ്റുമൊക്കെയാണ് നമ്മളുടെ പൊസിഷൻ അനുസരിച്ച് നമ്മളുടെ കണ്ണും സെറിബെല്ലം ഇതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാണ് നമ്മളുടെ ബാലൻസ് യഥാക്രമം നിയന്ത്രിക്കുന്നത്. ഇവയിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചിലപ്പോൾ ചെവിയിലുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആയേക്കാം, അതുപോലെ തന്നെ ബ്രെയിനിലുണ്ടാകുന്ന ഒരു ട്യൂമർ വരെ ഈ തലകറക്കത്തിന് കാരണമാവാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ചെവിയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഈ ചെവിയിലുള്ള ലായനിയിലുള്ള ഒരു കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്. ഇത് നോർമലായിട്ട് ഈ കനാലിൽ ഉള്ള ഒട്ടി നിൽക്കുന്ന ഒരു ക്രിസ്റ്റൽസാണ്. ചില സമയങ്ങളിൽ പെട്ടെന്നുണ്ടാവുന്ന പൊസിഷണൽ ചേഞ്ച്, പെട്ടെന്നുണ്ടാവുന്ന തലവെട്ടലും തിരിക്കലും അല്ല സഡനായിട്ടുള്ള വീഴ്ചയോ മറ്റോ ഉണ്ടാവുമ്പോൾ ഈ ക്രിസ്റ്റൽസ്, നോർമലായിട്ടുള്ള ഭിത്തിയിലുള്ള ക്രിസ്റ്റൽസ് അവിടെ നിന്നും ഡിസ്പ്ലേസ്ഡ് ആയിട്ട് ഈ ഫ്ലൂയിഡ് കനാലിൽ വരുമ്പോൾ അത് ഏത് കനാലിലാണോ വീഴുന്നത് അതിനനുസരിച്ച് ആ ഭാഗത്തേക്ക് തലകറക്കം ഉണ്ടാവാറുണ്ട്. അതിനനുസരിച്ച് ഇതിൻ്റെ സിംറ്റംസും മാറാറുണ്ട്. അപ്പോൾ ഒ പിയിൽ വരുമ്പോൾ നമ്മൾ ആ പേഷ്യൻറ്റിനെ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ ഒരു ഡോക്ടർക്ക് ഇത് ഏത് തരത്തിലാണ്, എവിടെയാണ് ഈ ക്രിസ്റ്റൽസ് വീണ് കിടക്കുന്നതെന്ന് വ്യക്തമായ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ചെവിയിലുള്ള ഇൻഫെക്ഷൻ അല്ലാതെ രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് ബിനൈൻ പൊസിഷണൽ വെർട്ടൈഗോ അഥവാ BPPV എന്ന് പറയുന്ന അവസ്ഥ. ഇത് കൂടുതലായിട്ടും 40 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലാണ് സ്ഥിരമായിട്ടുണ്ടാവുന്ന തലകറക്കമായിട്ട്. അതായത് ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ, കട്ടിലിൽ നിന്ന് പെട്ടെന്ന് എണീക്കുമ്പോഴായിരിക്കാം തല കറങ്ങുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില പൊസിഷനിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും പുറകിൽ നിന്ന് വിളിച്ച സമയത്ത് പെട്ടെന്ന് തല വെട്ടിത്തിരിയുമ്പോഴോ മറ്റോ തല കറങ്ങുന്നതായിട്ട് കാണാറുണ്ട്. ഈ തലകറക്കം പല രീതിയിലും തോന്നാം. ഒന്നെങ്കിൽ നിൽക്കുന്ന നിലപ്പിൽ തല കറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യാം, അതുപോലെ തന്നെ കണ്ണിൽ ഇരുട്ട് കയറുന്നതായിട്ട്, അല്ലെങ്കിൽ തലയ്ക്ക് ചുറ്റും പല സാധനങ്ങളും കറങ്ങുന്നതായിട്ട് തോന്നാറുണ്ട്. ചില ആളുകളിൽ ഇത് ഒരു വഞ്ചിയിലുള്ള മോഷൻ പോലെ, തോണിയിലിരിക്കുമ്പോൾ ആ ഒരു ആട്ടം ഉണ്ടല്ലോ അതുപോലെ ആടുന്നതായിട്ട് തോന്നാറുണ്ട്. അതുപോലെ തന്നെ നാലാമതായിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ് ഇവരിൽ പെട്ടെന്ന് നിന്ന സ്ഥലത്ത് നിന്ന് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോവുക. അപ്പോൾ ഈ ഒരു ലക്ഷണം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇവർക്ക് സംസാരശേഷിയിൽ സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ കയ്യോ കാലോ പൊക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് കൂടി ഒപ്പം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു സ്ട്രോക്കിൻ്റെ ലക്ഷണമായേക്കാം. അപ്പോൾ നമുക്കറിയാം, സ്ട്രോക്ക് ആണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ബി ഫാസ്റ്റ് എന്ന റൂൾ പോലെ തന്നെ അവരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇനി ഏറ്റവും കൂടുതലായിട്ട് തലകറക്കം ഉണ്ടാക്കുന്ന മറ്റൊരു രോഗാവസ്ഥയാണ് മിനിയസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇത് കുട്ടികളിലും കൂടുതലായിട്ട് കാണാറുണ്ട്. കുട്ടികളിൽ പ്രധാനമായിട്ടും ഉപ്പിൻ്റെ അളവ് കൂടുതലായിട്ട് കഴിക്കുന്ന അഥവാ പാക്കറ്റ്, ലേസ്, ചിപ്സ് പോലെയുള്ളവയൊക്കെ കഴിക്കുന്ന കുട്ടികളിൽ ഉപ്പിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇവരുടെ ശരീരത്തിലെ ചെവിൻ്റെ ഉള്ളിലെ ഈ ഫ്ലൂയിഡിൻ്റെ അളവും കൂടുന്നതായിട്ട് കാണാറുണ്ട്. ഈ മിനിയസ് ഡിസീസിൽ പലപ്പോഴും കുട്ടികൾക്ക് ചെവിയിൽ മൂളൽ, അത് വലിയ ആൾക്കാരിലാണെങ്കിലും ചെവിയിൽ മൂളലും ഇൻഫെക്ഷനും ഒപ്പം ഉണ്ടാവാറുണ്ട്. മൂന്നാമതായിട്ട് കാണുന്ന മറ്റൊരു തലകറക്കമാണ് ലാബ്രിന്തൈറ്റിസ്. ചെവിൻ്റെ ഉള്ളിലെ ലാബ്രിന്തിന് വരുന്ന ഇൻഫെക്ഷനാണ്. ഇത് കൂടുതലായിട്ടും പ്രായമായവരിലാണ് കാണുന്നത്. ഇത് തലകറക്കം നീണ്ടു നിൽക്കുന്ന, കുറേ നാളുകൾ നീണ്ടു നിൽക്കുന്ന തലകറക്കമായിട്ടാണ് കാണാറുള്ളത്. ചിലപ്പോൾ നമുക്കറിയാം BP കുറഞ്ഞാലും, വേറൊരു കേസ് വന്നത് പെട്ടെന്ന് പ്രഷർ കുറഞ്ഞതായിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ BP വളരെ ലോ ആയിരുന്നു, 80, 60 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കേസിൽ. അപ്പോൾ BP കുറഞ്ഞാലും ഇതുപോലെ തലകറക്കം വരാറുണ്ട്. ഇനി അതുപോലെ തന്നെ വിളർച്ചയുള്ള ആളുകളിലും സ്ത്രീകളിൽ കൂടുതലായിട്ടും തലകറക്കം കാണുന്നത് വിളർച്ച ഒരു കാരണമായേക്കാം. അതുപോലെ തന്നെ സ്പോണ്ടൈലൈറ്റിസ് എന്ന ഈ സെർവിക്സിലെ സ്പോണ്ടൈലൈറ്റിസ് എന്ന അവസ്ഥയിൽ നമുക്ക് തലകറക്കം കാണാറുണ്ട്. പിന്നെ മറ്റു പല മാരക രോഗങ്ങളിലും, അതായത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, അതുപോലെ തന്നെ സ്പൈനൽ അസുഖങ്ങളിൽ, ബ്രെയിൻ ട്യൂമറിലും മറ്റും നമുക്ക് തലകറക്കം കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ലക്ഷണങ്ങൾ ഏത് അസുഖമാണെന്ന് കറക്റ്റായിട്ട് നമ്മൾ കണ്ടെത്തി അതിനനുസരിച്ച് യഥാപടി ചികിത്സ ചെയ്യുകയാണെങ്കിൽ തലകറക്കം നമുക്ക് പൂർണ്ണമായിട്ടും
മാറ്റാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചില വ്യായാമങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പലപ്പോഴും ഈ വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ തലകറക്കം മാറിപ്പോകാറുണ്ട്. ചിലപ്പോൾ ചികിത്സയുടെ ഒരു ആവശ്യം വരുന്നതായിട്ട് കണ്ടിട്ടില്ല. ഈ തലകറക്കം ഏത് രീതിയിലുള്ളതാണെന്ന് നമുക്ക് 2 ടെസ്റ്റിലൂടെയാണ് പ്രധാനമായിട്ടും അറിയുന്നത്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഓഡിയോഗ്രാം, ചെവിയുടെ ഒരു ഓഡിയോഗ്രാം ക്കുന്നതിലൂടെ നമുക്ക് ഏത് തരത്തിലുള്ളതാണ് ഈ തലകറക്കം എന്ന് മനസ്സിലാവുന്നതാണ്. ഇനി MRI പോലെയുള്ള CT പോലെയുള്ളത് നമ്മൾ കോമൺ ആയിട്ട് അഡ്വൈസ് ചെയ്യാറില്ല. അത് പലപ്പോഴും ട്യൂമറോ അതോ മറ്റു പല രോഗാവസ്ഥകളിലും വേറെ എന്തെങ്കിലും വളർച്ചയോ മറ്റോ ഉണ്ടോ എന്ന് അറിയാൻ മാത്രമാണ് CTയോ MRIയോ അഡ്വൈസ് ചെയ്യുന്നത്. ഈ CT എടുക്കാൻ പറയുന്നത് എപ്പോഴാണെന്ന് നോക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് OPയിൽ വരുമ്പോൾ നമ്മൾ അവരോട് ഈ ഒരു ചൂണ്ടുവിരലിലേക്ക് നേരെ നോക്കാൻ പറയുക. എന്നിട്ട് ഈ ചൂണ്ടുവിരൽ സൈഡിലോട്ടൊക്കെ ചലിപ്പിക്കുമ്പോൾ കണ്ണ് അതിനൊപ്പം പോകുന്നുണ്ട്, ബീറ്റ് ചെയ്യുന്നില്ല. ബീറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഈ ചൂണ്ടുവിരൽ നമ്മൾ വെർട്ടിക്കലായിട്ട് മുകളിലോട്ടും താഴോട്ടേക്കും ഇങ്ങനെ നീക്കുമ്പോൾ അതിലേക്ക് നോക്കാൻ പറയുമ്പോൾ കണ്ണ് അതിനൊപ്പം വെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വാർണിംഗ് സൈനാണ്. നമ്മൾ CT നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്. ഈ തലകറക്കം ഉള്ളവരിൽ നമ്മൾ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണെന്ന് നോക്കാം. പെട്ടെന്ന് തല കറങ്ങുന്ന ഒരാൾ അവിടെ നിൽക്കുന്നിടത്ത് നിന്ന് ഇരിക്കുക. അവരൊരു വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആ വണ്ടി ഓടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക, സൈഡിലേക്ക് ഒരു സേഫായിട്ടുള്ള ഒരു പൊസിഷനിൽ നിർത്തി റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. ഇനി ഒരാൾക്ക് കിടക്കാൻ പറ്റുകയാണെങ്കിൽ ഒരേ പൊസിഷനിൽ തല ഇളക്കാതെ കിടക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ തലകറക്കം മാറുന്നതാണ്. ഇനി ഇവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, പെട്ടെന്ന് ആരെങ്കിലും വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് പുറകോട്ടൊക്കോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മോഷൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ തിരിയുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ വ്യക്തമായ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെയുള്ള വ്യായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ഇനി നമുക്കിത് വീട്ടിൽ നിന്ന് എങ്ങനെ തന്നെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാമെന്നുള്ള ഒരു വ്യായാമം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പേഷ്യൻറ്റിനോട് നമ്മൾ ഒരു കട്ടിലിൽ 2 സൈഡിലും തലയുടെ ഭാഗത്തും അതുപോലെ തന്നെ കാലിൻ്റെ ഭാഗത്തും ഓരോ തലയണ വെക്കാൻ പറയുക. എന്നിട്ട് നടുവിൽ ഇരിക്കുക. എന്നിട്ട് ആദ്യം ഒരു വശത്തേക്ക് നോക്കുക, ഇടത് വശത്തേക്ക് നോക്കുക. എന്നിട്ട് വലത് വശത്തേക്ക് കിടക്കുക. ഈ തല ഒരിക്കലും വെട്ടിക്കരുത്, വലതുവശത്തേക്ക് തന്നെ നോക്കുക. അപ്പോൾ ഈ അവസ്ഥയിലാവുമ്പോൾ നമ്മൾ കിടക്കുമ്പം ഈ നോട്ടം റൂഫിലേക്കാവും, മേൽക്കൂരയിലേക്കാവും. ഇനി ഒരു 10 സെക്കൻഡ് അങ്ങനെ റെസ്റ്റ് ചെയ്തതിന് ശേഷം അതേ പൊസിഷനിൽ തല മാറ്റാതെ ഇപ്പോൾ എഴുന്നേറ്റിരിക്കും. അപ്പോൾ തല ഇങ്ങോട്ടൊക്കെ തന്നെ ആവും. ഇനി മെല്ലെ തല നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ഓപ്പോസിറ്റ് വശത്തേക്ക് വലതുവശത്തേക്ക് തല തിരിക്കുക. ഇനി ഇതേ പൊസിഷനിൽ തന്നെ നമ്മൾ ഇടത്തോട്ട് കിടക്കുക. അപ്പോൾ നോട്ടം നേരെ മേൽക്കൂരയിലേക്കാവും. ഈ സമയത്ത് നമ്മളൊരു 10 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതേ പൊസിഷനിൽ തന്നെ തല വെട്ടാതെ എണീക്കുക. എന്നിട്ട് തല നോർമൽ പൊസിഷനിലേക്കാക്കുക. ഇങ്ങനെ ഡെയിലി നമ്മൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇതൊരു 3ഓ 4ഓ പ്രാവശ്യം നമ്മൾ ഒരേ സമയത്ത് തന്നെ ചെയ്യുക. അങ്ങനെ രാവിലെയും വൈകിട്ടും ഇങ്ങനെ ഒരു ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ദിവസം 10 ദിവസമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരിൽ നല്ലൊരു റിസൾട്ട് കാണുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അക്യൂപ്രഷർ ഒരു പ്രൊസീജിയർ പറയാം. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഈ ഒരു പ്രൊസീജിയറിന് എപ്ലിക്സ് മാനോവർ എന്ന് പറയും. പലപ്പോഴും നമ്മൾ ഇത് പേഷ്യൻറ്റിനെ നമ്മൾ OPയിൽ വന്നിട്ട് ഒപ്പം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇത് ബെറ്റർ ആയിരിക്കും. ഇനി തലകറക്കം മാറാനായിട്ട് നമുക്ക് ഏറ്റവും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് അടുത്ത് പറയുന്നത്, അക്യൂപ്രഷർ എന്ന് പറയും. ഇത് നമ്മളുടെ ചൂണ്ടുവിരൽ കൊണ്ട് ഈ 2 പുരികത്തിനും ഇടയിലുള്ള മധ്യഭാഗത്ത് ഈ ചൂണ്ടുവിരൽ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് പിടിക്കുക. ഇതൊരു 10 സെക്കൻഡ് നീണ്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ഇടവിട്ട് നമ്മൾ 2ഓ 3ഓ പ്രാവശ്യം ഡെയിലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും തലകറക്കം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് നോക്കുക. തലകറക്കമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് എഫക്റ്റീവ് ആയോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.